പങ്കാളിത്ത പെൻഷൻ വിഷയത്തിലും DA കുടിശ്ശിക അനുവദിക്കുന്നതിലും ജീവനക്കാരെ വഞ്ചിച്ച് സംസ്ഥാന സർക്കാർ ബജറ്റ്. പങ്കാളിത്ത പെൻഷൻ മന്ത്രിസഭാ ഉപസമിതി നിലനിൽക്കെ ബജറ്റിൽ പുതിയ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. കുടിശ്ശികയായ 7 ഗഡു DAയിൽ 1 മാത്രമാണ് അനുവദിച്ചത്. പങ്കാളിത്ത പെൻഷന് ബദൽ രൂപീകരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുന്നുണ്ട്. 3 മാസം മുമ്പ് നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതി നിലനിൽക്കെയാണ് ബജറ്റ് നിർദ്ദേശം. ഇടതുമുന്നണി ഘടകകക്ഷി കൂടിയായ ജോയിന്റ് കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് 1ാം പിണറായി സർക്കാരിന്റെ അവസാന വർഷത്തിൽ സമർപ്പിച്ച പങ്കാളിത്ത പെൻഷൻ റിവ്യൂ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. പങ്കാളിത്ത പെൻഷൻ ബദൽ സംവിധാനമൊരുക്കാൻ പ്രത്യേക ഉപസമിതിയെയും രൂപീകരിച്ചു. എന്നാൽ ആ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേരുകയോ അംഗങ്ങളുടെ പേര് കൃത്യമായി വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വസ്തുത നിലനിൽക്കെയാണ് പുതിയ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ തയ്യാറെന്ന നിലപാട് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നടപടി വൈകിപ്പിക്കാനാണ് സമിതി രൂപീകരിച്ച് തടി തപ്പുന്നത് എന്നാണ് ആരോപണം. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ജോയിന്റ് കൗൺസിൽ സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എങ്കിലും പ്രതിപക്ഷ സർവീസ് സംഘടനകൾ എല്ലാം തന്നെ എതിർപ്പറിയിക്കുകയാണ്. DA കുടിശ്ശിക അനുവദിക്കുന്നതിലും ബജറ്റിൽ കാര്യമായ പിന്തുണ ലഭിച്ചില്ല. കുടിശ്ശികയായ 7 ഗഡുക്കൾക്ക് പകരം 1 മാത്രമാണ് അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർവീസ് സംഘടനകളുടെ പ്രതിഷേധം ഒഴിവാക്കുക എന്ന പൊടിക്കൈ മാത്രമെന്ന വിമർശനമാണ് വ്യാപകമായി ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.